ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന്? പുട്ടുണ്ടാക്കാന്ന് വിചാരിക്കണം. അതാണ് ലേസി. പുട്ടിന്റെ കൂടെ പഴ ഇരിക്കുന്നുണ്ട്, പിന്നെ മുതിരക്കറി ഇരിക്കുന്നുണ്ട്. കടലൊന്നുമില്ല. മുതിര മതി. നമ്മുടെ സേവല്ല മുതിര മുട്ടും പെടല്ല. ഞാനീ പുട്ടും മുതിരയും കഴിക്കുമ്പോഴേ എനിക്ക് എന്റെ ഒരു ചെറിയ ചെറുപ്പകാലത്തിലേക്ക് എന്റെ മെമ്മറി ഇങ്ങനെ സഞ്ചരിക്കുക. അച്ഛൻ പണ്ട് ഞാൻ തറവാട്ടിലായിരിക്കുമ്പോ ബോംബെയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് രാവിലെ തന്നെ അച്ഛൻ ഇവിടേക്ക് പോകും. നമ്മുടെ പ്രവീര വീട് കഴിഞ്ഞിട്ടുള്ള മൂലയില്ലേ, അവിടെ അച്ചാച്ചൻ നമ്മുടെ ഗോപാൽ അച്ചാച്ചന്റെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോവും ചായ കുടിക്കാനായിട്ട്. അപ്പൊ പേപ്പറും അവിടെ കുറെ പേരുണ്ടാവും, കമ്പനി പണിയിലുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ തേലപ്പള്ളിയിൽ ബാബുവിന്റെ കട ഉണ്ടായിരുന്നു. അങ്ങനെ 2 സ്ഥലത്തേക്ക് പോകും. അപ്പൊ അച്ഛൻ രാവിലെ പോകുമ്പോ തന്നെ ഇവിടെ നിന്ന് ഞങ്ങള് ചേട്ടന് ചേച്ചി അവരൊക്കെ പറയും, അതാ പൊക്കോ അച്ഛന്റെ കൂടെ പൊക്കോ. അങ്ങനെ അച്ഛന്റെ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗോപാൽ അച്ചാച്ചന്റെ അവിടെ ഇതാണ് പുട്ടും മുതിരയാ. അന്ന് അല്ലല്ല പുട്ടും മുതിരയും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാന്ന് തോന്നിയിരുന്നു. നല്ല ടേസ്റ്റ്. അപ്പൊ അച്ഛന്റെ കൂടെ പതുക്കെ പിന്നാലെ പോകും. അപ്പൊ അച്ഛൻ കാണും വരിക. അപ്പൊ ചിരി തുടങ്ങും അച്ഛൻ. അങ്ങനെ അച്ഛന്റെ കൂടെ പോയിട്ട് ഗോപാൽ അച്ഛന്റെ അവിടെ പോയിട്ട് ആള് ഞങ്ങക്ക് പാർസല് തരും. അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ കൊണ്ടുവച്ച് എല്ലാവരും കൂടി കഴിക്കണതൊക്കെ ഒരു ഓർമ്മ വരും. പുട്ടും മുതിരയും കഴിക്കും. സൂപ്പർ. പുട്ടും കടലയാണല്ലോ എല്ലാവരും. അന്ന് വ്യത്യസ്തമായിട്ട് പുട്ടും മുതിരയും അവിടെ ഉണ്ടാവും. ഹോട്ടൽ എന്ന് വെച്ചാൽ കുഞ്ഞൊരു ചായക്കട. നമ്മുടെ പ്രവീര വീട് കഴിഞ്ഞിട്ടുള്ള വളവില്ലേ, ആ വളവിൽ തന്നെ ജാനിച്ചമ്മാമ്മരെ വീടില്ലേ, രവിപ്പാപ്പന്റെ അവരുടെ ആ ബൗണ്ടറിയിലാണ് അത്. എന്തായാലും അവരെ അമ്മാമ്മനെയും ഗോപാലച്ചാച്ചനെയും അച്ഛനൊക്കെ ഓർക്കണം.